ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചീരച്ചേമ്പ് തോരൻ ഉണ്ടാക്കുക. അതിനായി ചീരച്ചേമ്പ് കട്ട് ചെയ്യാൻ പോവുക. ഞാനിപ്പോൾ അടുത്ത കാലത്താണ് നട്ടത്. വേഗത്തിൽ വളരും. ചീരച്ചേമ്പ് ചീരകളുടെ രാജാവാണ്. ഒരു ചുവട്ടിൽ നിന്ന് തന്നെ ധാരാളം കിട്ടും. വേഗം പൊട്ടിച്ചെടുക്കണം. ഇളം തണ്ടാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിൻ്റെ തണ്ടിന് ഇളം പച്ച കളറാണ്. മറ്റ് ചേമ്പുകൾക്കൊക്കെ കരിമ്പച്ച കളറാണല്ലോ. നല്ല വീതിയുള്ള ഇലയും ഇളം പച്ച കളറിൽ. ഇത് വേറൊരു ചേമ്പ, താള് എന്നൊക്കെ പറയും. ഞാൻ റോഡ് സൈഡിൽ നിന്ന് എടുത്ത് വളർത്തിയതാ. കാന്താരിയും പറിക്കട്ടെ. നല്ല എരിവുള്ള കാന്താരിയാണ് ഇത്. ഈ വെള്ള കാന്താരിക്ക് അത്ര പെട്ടെന്നൊന്നും രോഗബാധ ഏൽക്കൂല. തണലത്തും ഉണ്ടായിക്കോളും. നല്ല എരിവുള്ളതായത് കൊണ്ട് കുറച്ച് പറിച്ചാൽ മതി. ഇനി തോരൻ ഉണ്ടാക്കാൻ പോട്ടെ. മുറ്റത്തെത്തിയപ്പോഴാണ് പൂക്കൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കട്ടെ എന്ന് വിചാരിച്ചത്. എനിക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ആയിരിക്കുമല്ലോ എല്ലാവരും എന്ന് വിചാരിച്ചൊന്ന് കാണിച്ചു തരുന്നതാ. ഇത് മെലസ്റ്റോമ നന്നായിട്ട് പൂക്കും. മരമാവും അത്. എന്ത് രസാലേ കാണാൻ. ചീരച്ചേമ്പ് ദുർബലരാ. കണ്ടില്ലേ, കട്ട് ചെയ്ത് വെച്ചപ്പോഴേക്കും തളർന്ന പോലെ. ഇതിൻ്റെ തണ്ടും ഉപയോഗിക്കാം. തണ്ടിൻ്റെ മേലെയുള്ള നൂല് വലിച്ചൂരിയെടുക്കണം. എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചീരച്ചേമ്പിൽ ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കാഴ്ചശക്തി വർദ്ധിക്കും, രോഗപ്രതിരോധ ശേഷി കൂടും. ഇടയ്ക്കൊക്കെ ഇത് കഴിക്കണം. നമ്മൾ നട്ട് വളർത്തിയതാണെങ്കിൽ മരുന്നടിക്കാത്തത് നമുക്ക് കഴിക്കാമല്ലോ. നടാൻ ഈസിയാണ്. വേഗം വളരും. അത്ര പരിചരണമൊന്നും വേണ്ട ഇതിന്. ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് നനച്ചാൽ മതി. നിറയെ ചെറിയ കുഞ്ഞു തൈകളുണ്ടാവും. അത് വീണ്ടും പറിച്ച് നടുക. അങ്ങനെ നമുക്ക് ചീരച്ചേമ്പിൻ്റെ ഒരു തോട്ടം തന്നെ ഉണ്ടാക്കാം. കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതാക്കി അരിയുക. കണ്ടില്ലേ, ഇത്ര ഉണ്ട്. ഇത് വെന്ത് കഴിഞ്ഞാൽ അത് അമർന്നു പോവും. മൺപാത്രത്തിലിട്ട് ആവശ്യത്തിന് മുളക്, മഞ്ഞൾ, ഉപ്പ്, വെള്ളവും ചേർത്ത് വേവിക്കുക. ചൂട് തട്ടുമ്പോഴേക്കും ഇതങ്ങ് അമർന്നു പോകും. ചിലർ പുളിയും ഒഴിക്കാറുണ്ട്. ഞാൻ ഒഴിക്കാറില്ല. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുക, ഒഴിക്കാതെ. വെന്തതിന് ശേഷം വെളുത്തുള്ളി ചതച്ച് എണ്ണയിലിട്ട് മൂപ്പിച്ച് തോരനിലേക്കിട്ട് യോജിപ്പിക്കുക. വെളുത്തുള്ളി അതിന് ഏറ്റവും ബെസ്റ്റ്. കണ്ടില്ലേ, നല്ല ചീരച്ചേമ്പ് തോരൻ റെഡിയായത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.